ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന് പിന്തുണ പ്രഖ്യാപിച്ച് യാക്കോബായ സഭ പ്രതിസന്ധികളിൽ ഒപ്പം നിന്നവരെ തിരിച്ചും സഹായിക്കണമെന്ന് സഭാ നേതൃത്വം ആഹ്വാനം ചെയ്തു. എബിൻ ജോസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. എബിൻ, സഭാ നേതൃത്വത്തിന്റെ നിലപാടെന്ത്? യാക്കോബായ സഭയുടെ മലങ്കര മെത്രാപ്പൊലീത്ത ജോസഫ് ഗ്രിഗോറിയോസ് വിശ്വാസികൾക്ക് നൽകിയ സന്ദേശത്തിലാണ് നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഭയെ സഹായിച്ചവരെ തിരിച്ചു സഹായിക്കേണ്ടത് വിശ്വാസികളുടെ ഉത്തരവാദിത്തമാണെന്നാണ് അദ്ദേഹം സന്ദേശത്തിൽ പറയുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ പുത്തൻകുരിശിൽ വെച്ച് നടത്തിയ ഒരു പ്രസംഗം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ നിലപാട് പറയുന്നത്. അതായത് അന്ന് പാത്രികീസ് ബാവയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പ്രസംഗിച്ചപ്പോൾ യാക്കോബായ സഭയുടെ അസ്തിത്വം സംരക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞിരുന്നു. ഇത് വളരെ വലിയ നിലപാടായി തന്നെ യാക്കോബായ സഭ എടുത്തിരുന്നു. ഈ പ്രസംഗം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ LDFന് പരോക്ഷ പിന്തുണ യാക്കോബായ സഭ നൽകുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സമാനമായ രീതിയിൽ ഇടതുപക്ഷത്തെ യാക്കോബായ സഭ പിന്തുണച്ചിരുന്നു. അതിന്റെ തുടർച്ചയെന്നോണമെന്നാണ് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിന് പരോക്ഷ പിന്തുണ നൽകുവാൻ യാക്കോബായ സഭ നിലപാടെടുത്തിരിക്കുന്നത്. പ്രീജിത്ത്, എബിനി, പള്ളിത്തർക്കത്തിന്റെ കാര്യത്തിലടക്കം സർക്കാരിന്റെ നിലപാട്, സർക്കാർ സ്വീകരിച്ച നിലപാട്, അത് സഭയ്ക്ക് അനുകൂലമായി എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി ഒരു തീരുമാനത്തിന് പിന്നിലുണ്ടോ എബിൻ? തീർച്ചയായിട്ടും സിമിത്തേരി ബില്ല് അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ യാക്കോബായ സഭ കാണിച്ചതാണ്. സഭാ തർക്കങ്ങളിൽ ഈ ബില്ല് ഉൾപ്പെടെ സഹായമായിരുന്നു യാക്കോബായ സഭയ്ക്ക്. അന്നു മുതൽ ഇടതുപക്ഷത്തോട് അനുകൂലമായ നിലപാടാണ് യാക്കോബായ സഭാ നേതൃത്വം സ്വീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ കാലാകാലങ്ങളായി യാക്കോബായ സഭ ഉന്നയിക്കുന്നതാണ് ചർച്ച് ബില്ല്. ഈ സഭാ തർക്കത്തിൽ ഏറ്റവും ശാശ്വതമായ പരിഹാരം എന്നോണം യാക്കോബായ സഭ നിർദ്ദേശിക്കുന്നത് ചർച്ച് ബില്ല് നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഇതിന്റെ പ്രാരംഭഘട്ട ചർച്ചകൾ പലപ്പോഴും യാക്കോബായ സഭ സർക്കാരുമായി നടത്തിയിരുന്നു. ഇതിനെല്ലാം സൂചനകൾ നൽകിക്കൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ അന്നത്തെ പ്രസംഗം. ഇതെല്ലാം സഭയ്ക്ക് ആശ്വാസം നൽകുന്നതാണ്, സഭയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഭയ്ക്ക് സഹായം നൽകുന്നതാണ് എന്നാണ് സഭയുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ആഹ്വാനം സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. പ്രീജിത്ത്. ശരി, എബിൻ ജോസ് വിവരങ്ങൾ നൽകുകയായിരുന്നു. LDFന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. യാക്കോബായ സഭ പ്രതിസന്ധികളിൽ ഒപ്പം നിന്നവരെ തിരിച്ചും സഹായിക്കണമെന്ന് സഭാ നേതൃത്വം ആഹ്വാനം ചെയ്യുന്നു. എബിൻ ജോസ് അതിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.